Hi, I am Rojus, Managing Director of Alpha Academy and Genius Integrated School, ALAPPUZHA. 2023 മെഡിക്കൽ സെക്ടറിലെ ഏറ്റവും പ്രാധാന്യമുള്ള എക്സാമിനേഷൻ NEET 2023 മെയ് 7 നടക്കുമ്പോൾ ഈ പരീക്ഷയ്ക്ക് ഏറ്റവും പ്രാധാന്യത്തോടെ ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി വിദ്യാർത്ഥികൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളിലൂടെയാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നാം ഡിസ്കസ് ചെയ്യുക. ആദ്യമായി തന്നെ മെയ് 7 എക്സാമിനേഷൻ 3 hours 20 minutes കൊണ്ട് 180 ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യേണ്ട നീറ്റ് എക്സാമിനേഷൻ 720 മാർക്കിൽ മാക്സിമം മാർക്ക് സ്കോർ ചെയ്ത് വേണം നാം ഒരു അഡ്മിഷൻ ഉറപ്പാക്കാൻ. ഇതിനായി എക്സാമിനേഷൻ ഹാളിലേക്ക് നാം പോകുമ്പോൾ ഒരു വിദ്യാർത്ഥി എന്തൊക്കെ കാര്യങ്ങൾ കയ്യിൽ കരുതണം? ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കുക, ഈ ഹോൾ ടിക്കറ്റിൽ ഫോട്ടോ ഒട്ടിക്കുക, സിഗ്നേച്ചർ എൻ്റർ ചെയ്യുക. ഇതിനോടൊപ്പം വാലിഡ് ആയിട്ടുള്ള ഫോട്ടോ ഉള്ള ഒരു ID പ്രൂഫും അതിനോടൊപ്പം ഒരു എക്സ്ട്രാ ഫോട്ടോയും കയ്യിൽ കരുതി വേണം എക്സാമിനേഷൻ ഹാളിൽ പോവാൻ. 3 മണിക്കൂർ 20 മിനിറ്റുള്ള എക്സാം ആയതുകൊണ്ട് തന്നെ നമുക്ക് വെള്ളം എക്സ്ട്രാ കുടിക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു വാട്ടർ ബോട്ടിലും കയ്യിൽ കരുതാൻ എല്ലാ വിദ്യാർത്ഥികളും ശ്രദ്ധിക്കുക. OMR ഫില്ല് ചെയ്യാനുള്ള പെൻ നമുക്ക് എക്സാം ഹാളിൽ തന്നെ NTA ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയും ചെയ്യും. അങ്ങനെ ഹാൾ ടിക്കറ്റും ഒരു ഫോട്ടോയും ID പ്രൂഫുമായി കൃത്യം സമയത്ത് തന്നെ എക്സാം ഹാളിൽ എത്തുക. ഈ എക്സാം ഹാൾ എന്ന് പറയുമ്പോൾ നാം ഡൗൺലോഡ് ചെയ്തെടുക്കുന്ന ഈ ഹാൾ ടിക്കറ്റിൽ നമ്മുടെ എക്സാമിനേഷൻ സെൻറ്റർ എവിടെയെന്ന് കൃത്യമായി നേരത്തെ തന്നെ മനസ്സിലാക്കി വെക്കണം. നമുക്കറിയാം ഒരു ടൗണിൽ തന്നെ ഒരേ പേരിലുള്ള പല സ്കൂളുകൾ ഉണ്ടാവാം. നമ്മുടെ ഹാൾ ടിക്കറ്റിൽ ഏത് സ്കൂളാണ് തന്നിരിക്കുന്നതെന്ന് നേരത്തെ തന്നെ മനസ്സിലാക്കി വെക്കുക. ഒരു ഫ്രണ്ടിന് ഇന്ന സ്ഥലത്താണ് എക്സാമിനേഷൻ എന്ന് വിചാരിച്ച് നാം അങ്ങോട്ട് പോകാൻ പാടില്ല. നമുക്കുള്ള എക്സാമിനേഷൻ എവിടെയാണ് അനുവദിച്ചിരിക്കുന്നത് എന്ന് ഹാൾ ടിക്കറ്റ് നോക്കി കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് തന്നെ എക്സാമിനേഷൻ ഹാളിലേക്ക് എത്തുക. എപ്പോഴാണ് എത്തേണ്ടത്? നമുക്കറിയാം 2 മണിക്കാണ് നീറ്റ് എക്സാം തുടങ്ങുന്നത്. 5:20 വരെയുള്ള 3 hours 20 minutes എക്സാമിനേഷനാണ്. 2 മണിക്ക് എക്സാം തുടങ്ങുന്നതുകൊണ്ട് തന്നെ 1 മണിക്ക് മുമ്പായി എക്സാമിനേഷൻ സെൻറ്ററിൽ വിദ്യാർത്ഥി റിപ്പോർട്ട് ചെയ്തിരിക്കണം. ഇങ്ങനെ നാം ഈ ഡോക്യുമെൻസുമായി എക്സാമിനേഷൻ ഹാളിലേക്ക് പോകുമ്പോൾ ഏത് രീതിയിലുള്ള ഡ്രസ്സാണ് നാം ധരിക്കേണ്ടത്? അതാണ് അടുത്തതായി ശ്രദ്ധിക്കേണ്ടത്. സിമ്പിൾ ഡ്രസ് എന്ന് ഒറ്റ വാക്കിൽ പറയാം. സിമ്പിൾ ഡ്രസ് എന്ന് ഉദ്ദേശിക്കുമ്പോൾ അത് ബോയ്സ് ആണെങ്കിലും ഗേൾസ് ആണെങ്കിലും ലൈറ്റ് കളർ ഡ്രസ്സുകൾ, ഫുൾ സ്ലീവ് അല്ലാത്ത ഡ്രസ്സുകൾ, ഹൈ ഹീൽ ചെരുപ്പുകളും ഷൂകളും അല്ലാത്ത ചപ്പലുകൾ, ഇവയൊക്കെ ധരിച്ചു വേണം നാം എക്സാം ഹാളിലേക്ക് പോകുവാൻ. ഇനി ഇതിനോടൊപ്പം തന്നെ മെറ്റൽ പാർട്ടുകളുള്ള ഓർണമെൻറ്റ്സും മെറ്റൽ പാർട്ടുകളുള്ള ഡ്രസ്സുകളും നാം നിർബന്ധമായും ഒഴിവാക്കണം. കാരണം ഒരു സ്കാനറിലൂടെ വിദ്യാർത്ഥികളെ ചെക്ക് ചെയ്യുന്ന സമയത്ത് മെറ്റൽ പാർട്ടുകൾ നമുക്ക് തീർച്ചയായും രണ്ടാമതൊരു കുട്ടിയെ ചെക്ക് ചെയ്യുന്നതിനും അതൊക്കെ നമുക്ക് ആ സമയത്ത് ഒരു ടെൻഷൻ ഉണ്ടാക്കാനും ഒക്കെ കാരണമാവും. അതുകൊണ്ട് തന്നെ അധികം മെറ്റൽ പാർട്ടുകൾ ഇല്ലാത്ത പാൻറ്റും ഷർട്ടും അല്ലെങ്കിൽ ടീഷർട്ടും അല്ലെങ്കിൽ ചുരിദാറുകളും ഒക്കെ ധരിക്കാൻ എല്ലാ വിദ്യാർത്ഥികളും ശ്രദ്ധിക്കും. നിർബന്ധമായും ഓർണമെൻറ്റ്സുകളൊക്കെ ഒഴിവാക്കുക. അതുപോലെ ടീഷർട്ടാണ് ധരിക്കുന്നവരെങ്കിൽ അതിൽ വലിയ പ്രിന്റഡ് മാറ്ററുകളൊക്കെ ഉള്ള ടീഷർട്ടുകളും നാം ഒഴിവാക്കുക. അങ്ങനെ സിമ്പിൾ ഡ്രസ്സ് ധരിച്ചു വേണം എക്സാമിനേഷൻ ഹാളിലേക്ക് പോകാൻ. ഇനി എക്സാമിനേഷൻ ഹാളിൽ നാം എപ്പോൾ എത്തണം? കൃത്യം 1 മണിക്ക് മുമ്പ് അവിടെ റിപ്പോർട്ട് ചെയ്തിരിക്കണം. എക്സാമിനേഷൻ ഹാളിൽ എൻ്റർ ആയി കഴിഞ്ഞാൽ കൃത്യം 1:45 തന്നെ ആൻസർ ഷീറ്റും ക്വസ്റ്റ്യൻ പേപ്പറും നമുക്ക് കിട്ടി എന്ന് ഒരു വിദ്യാർത്ഥി ഉറപ്പുവരുത്തണം. കാരണം നമ്മുടെ ഓരോ സെക്കൻഡുകളും എക്സാമിനേഷൻ തുടങ്ങിക്കഴിഞ്ഞാൽ വിലപ്പെട്ടതാണ്. 2 മണിക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുന്നത് എങ്കിൽ 2 മണിക്കാണ് ആൻസർ ഷീറ്റ് കിട്ടുന്നതെങ്കിൽ അവിടെ OMR ഷീറ്റിൽ നാം നമ്മുടെ നെയിമും സിഗ്നേച്ചറും ഒക്കെ എൻട്രി ചെയ്യാൻ അതിന് ശേഷമാണ് സമയം നമുക്ക് ലഭിക്കുന്നതെങ്കിൽ നമുക്ക് എക്സാം എഴുതാനുള്ള സമയമാണ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൃത്യം 1:45 നമുക്ക് നമ്മുടെ കയ്യിൽ ക്വസ്റ്റ്യൻ പേപ്പറും ആൻസർ ഷീറ്റും കിട്ടി. നാം രജിസ്റ്റർ നമ്പറും സിഗ്നേച്ചറും ഒക്കെ എൻട്രി ചെയ്ത് OMR ഷീറ്റിനെ ഫില്ല് ചെയ്യേണ്ട രജിസ്ട്രേഷൻ പ്രോസസ്സിംഗ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം കൃത്യം 2 മണിക്ക് സീൽ ഓപ്പൺ ചെയ്ത് പരീക്ഷ എഴുതാൻ തുടങ്ങണം എന്നുള്ളത് ഒരു വിദ്യാർത്ഥിയുടെ അവകാശമാണെന്ന് നാം മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും എക്സാമിനേഷൻ സെൻറ്ററിൽ എക്സാമിനേഷൻ ഹാളിൽ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടാൻ ഡിലേ ആകുന്നുണ്ടെങ്കിൽ ഷാർപ്പ് 1:45 തന്നെ നിങ്ങൾ എക്സാമിനറുടെ അടുക്കൽ എനിക്ക് കൃത്യമായി ക്വസ്റ്റ്യൻ പേപ്പറും ആൻസർ ഷീറ്റും തരണം എന്നുള്ള കാര്യം അവരെ ഓർമ്മിപ്പിക്കുന്നത് എത്രയും നല്ലതായിരിക്കും.
ഇതിനോടൊപ്പം 2 മണിക്ക് നാം ക്വസ്റ്റ്യൻ പേപ്പറിന്റെ സീല് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ആദ്യം ചെയ്യേണ്ടത്? ഒരു മിസ്റ്റേക്കും ഇല്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ ആണെന്ന് നാം ഉറപ്പുവരുത്തണം. എല്ലാ പേജും ഒന്ന് മറിച്ചു നോക്കുക. ഇതിന് ശേഷം നമുക്കറിയാം നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ 4 ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. സിമ്പിൾ ക്വസ്റ്റ്യൻ, ആവറേജ് ക്വസ്റ്റ്യൻ, ടഫ് ക്വസ്റ്റ്യൻ, വെരി ടഫ് ക്വസ്റ്റ്യൻസ്. ഈ 4 കാറ്റഗറിയിലുള്ള ക്വസ്റ്റ്യൻസിനെ 3 മണിക്കൂർ 20 മിനിറ്റ് കൊണ്ട് ടൈം മാനേജ് ചെയ്ത് കൃത്യമായി പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളാണ് ഏറ്റവും ഉയർന്ന റാങ്കിലേക്ക് എത്തുന്നത്. നമുക്കറിയാം 720ൽ ഒരു 600 എബോവ് മാർക്ക് വേണം ഏറ്റവും നല്ലൊരു റാങ്കിലേക്ക് നമുക്ക് എത്തുവാൻ. അത് ഉറപ്പാക്കണമെങ്കിൽ ഈ 3 മണിക്കൂർ 20 മിനിറ്റിൽ 200 ക്വസ്റ്റ്യൻസ് തരുന്നതിൽ നിന്നും 180 ക്വസ്റ്റ്യൻസ് ഒരു മിസ്റ്റേക്കും ഇല്ലാതെ ചെയ്യുവാൻ നമുക്ക് പ്രാക്ടീസ്ഡ് ആവണം. അതിന് ഈ ഉള്ള സമയങ്ങളിൽ കൃത്യമായി മോഡൽ എക്സാമിനേഷൻസുകൾ എഴുതി എല്ലാ വിദ്യാർത്ഥികളും ടൈം മാനേജ് ചെയ്യാൻ പ്രാക്ടീസ് ചെയ്യുക. ഇതിനോടൊപ്പം ഒരു പരീക്ഷ എഴുതി തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ കറക്റ്റ് ആൻസർ അറിയാമെങ്കിൽ അതിന് ടിക്ക് മാർക്ക് കൊടുക്കുക. കാരണം അത് നിങ്ങൾക്ക് അറിയാം എന്നുള്ളത് കൊണ്ട് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനെ 200 ക്വസ്റ്റ്യൻസ് വായിച്ച് അറിയാവുന്നതെല്ലാം ചെയ്ത് സിമ്പിൾ എന്ന് ടിക്ക് മാർക്ക് ചെയ്തുകൊണ്ട് ഫസ്റ്റ് റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുക. സെക്കൻഡ് റൗണ്ടിൽ അറിയാൻ പാടില്ലാത്തൊരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ അതിനെ ആ സമയത്ത് ഫസ്റ്റ് റൗണ്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഓരോ സിമ്പിൾ നാം കൊടുക്കുക. അത് ആവറേജ് ആണോ, ടഫ് ആണോ, വെരി ടഫ് ആണോ എന്ന്. എന്നിട്ട് സെക്കൻഡ് റൗണ്ടിൽ ആവറേജ് ക്വസ്റ്റ്യൻ മാത്രം ചെയ്യുക. തേർഡ് റൗണ്ടിൽ ടഫ് ക്വസ്റ്റ്യൻസ് മാത്രം ചെയ്യുക. ഇങ്ങനെ കൃത്യമായ 3 മണിക്കൂർ 20 മിനിറ്റ് എക്സാമിനേഷൻ കൃത്യമായി ടൈം മാനേജ് കൊണ്ട് മൈനസ് മാർക്കുകൾ ഒഴിവാക്കിക്കൊണ്ട് എഴുതുന്നതിലൂടെയാണ് ഒരു വിദ്യാർത്ഥി ഏറ്റവും നല്ല റാങ്കിലേക്ക് എത്തുന്നത്. അത് റാങ്ക് അല്ല, ഒരു കുട്ടിയുടെ ഡെസിഗ്നേഷൻ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ 3 മണിക്കൂർ 20 മിനിറ്റ് എന്ന് പറയുന്നത് ഒരു വിദ്യാർത്ഥിയുടെ ലൈഫിൻ്റെ കൺവേർഷനാണ്. ഒരു ഓർഡിനറി സ്റ്റുഡൻ്റായി എക്സാം ഹാളിലേക്ക് കയറുന്നു. എക്സാം കഴിയുമ്പോൾ ആ വിദ്യാർത്ഥിയുടെ ഡെസിഗ്നേഷൻ അത് അഗ്രികൾച്ചർ ഓഫീസർ എന്നോ ഡോക്ടർ എന്നോ എത്താൻ പറ്റുന്ന രീതിയിലേക്കുള്ള ഡെസിഗ്നേഷനിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെടുന്നു. ഇനി ഫസ്റ്റ് ചാൻസിൽ നാം എക്സാമിനേഷൻ എഴുതുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ചെറിയ മിസ്റ്റേക്ക് വന്നു എന്ന് വിചാരിച്ചിട്ട് അവിടെ പാനിക്കാകാതെ ടെൻഷൻ അടിക്കാതെ കോൺഫിഡൻസോടെ എക്സാമിനേഷൻ എഴുതാൻ എല്ലാ വിദ്യാർത്ഥികളും ശ്രദ്ധിക്കുക. ഇനി എക്സാമിനേഷൻ എഴുതി പ്രാക്ടീസ് ചെയ്യുവാൻ, ടൈം മാനേജ് ചെയ്ത് പരീക്ഷകൾ എഴുതുവാൻ ഏതെങ്കിലും വിദ്യാർത്ഥികൾക്ക് അവസരം ഒരുങ്ങിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ആൽഫയുടെ ക്യാമ്പസിലേക്ക് വിളിക്കാം. നിങ്ങൾക്ക് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ എത്തിച്ചു തരാൻ, ടൈം മാനേജ് ചെയ്ത് പരീക്ഷ എഴുതേണ്ട രീതികളെക്കുറിച്ച് പറഞ്ഞു തരാൻ ആൽഫ അക്കാഡമി നിങ്ങളോടൊപ്പം ഉണ്ടാവും. ഇതിനോടൊപ്പം ഈ ലാസ്റ്റ് റൗണ്ടിൽ ഇനി പഠിക്കുന്ന സമയത്ത് പുതിയ ക്വസ്റ്റ്യൻസ് ഒന്നും പഠിക്കാൻ പാടില്ല, പുതിയ ചാപ്റ്ററുകൾ ഒന്നും പഠിക്കാൻ പാടില്ല. പഠിച്ചത് തന്നെ വീണ്ടും ഉറപ്പിക്കുക. വീണ്ടും വീണ്ടും എക്സാമിനേഷൻസ് എഴുതുക. ഈ എക്സാം എഴുതുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ അറിയാൻ പാടില്ലെങ്കിൽ അതിൻ്റെ കോൺസെപ്റ്റ് എന്താണെന്നുള്ളത് മാത്രം കറക്റ്റ് ചെയ്യുക. അങ്ങനെ പരീക്ഷകൾ കൂടുതൽ എഴുതി നമുക്കറിയാൻ പാടില്ലാത്ത കോൺസെപ്റ്റുകൾ ഉണ്ടെങ്കിൽ അത് മാത്രം പഠിച്ചുകൊണ്ട് പഠിച്ചതെല്ലാം വീണ്ടും ഉറപ്പിച്ചുകൊണ്ട് ഏറ്റവും നല്ല ഉയർന്ന ഒരു റാങ്കിലേക്ക് എത്തത്തക്ക രീതിയിൽ ഈ അവസാന സമയത്തിനെ കറക്റ്റ് ചെയ്യുവാൻ, കോൺഫിഡൻസിനെ ബിൽഡ് ചെയ്യുവാൻ എല്ലാ വിദ്യാർത്ഥികളും ശ്രദ്ധിക്കുക. ഇതിനോടൊപ്പം നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. 11ലെയും 12ലെയും NCERTയുടെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയിൽ നിന്ന് മാത്രമാണ് ഈ എൻട്രൻസ് എക്സാമിനേഷൻ ഏതുമാവട്ടെ, പ്രത്യേകിച്ച് മെഡിക്കൽ സെക്ടറിലെ ഏറ്റവും പ്രാധാന്യമുള്ള നീറ്റ് എക്സാമിനേഷന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഇതാണ് ഒരു വിദ്യാർത്ഥിയുടെ ടേണിംഗ് പോയിന്റ് ആകുന്നത്. ഈ സമയത്ത് അവസാന നിമിഷം മാത്രം ഒരുങ്ങേണ്ടതല്ല ഈ പരീക്ഷകളൊക്കെ. 10ാം ക്ലാസ് കഴിയുമ്പോൾ മുതൽ 2 വർഷം ഒരു ഇൻറ്റൻസീവ് ട്രെയിനിങ്ങിലൂടെ, ഇൻ്റഗ്രേറ്റഡ് സ്കൂളിംഗ് സിസ്റ്റത്തിലൂടെ സ്ട്രെസ് ഫ്രീ ആയി പഠിച്ച് വിജയിക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ പഠിപ്പിക്കുന്ന ഒരു സിസ്റ്റം ആൽഫയ്ക്കുണ്ട്. 10ാം ക്ലാസ് കഴിയുന്ന വിദ്യാർത്ഥികൾക്കുള്ള ജീനിയസ് ഇൻ്റഗ്രേറ്റഡ് സ്കൂൾ. ഇതേപോലുള്ളൊരു സിസ്റ്റത്തിലൊക്കെ ജോയിൻ ചെയ്ത് നന്നായി പഠിച്ചൊരുങ്ങി വിജയിക്കാൻ എല്ലാ വിദ്യാർത്ഥികൾക്കും സാധിക്കട്ടെ. കാരണം ഇതൊന്നും മാർക്ക് ഓറിയന്റഡ് സ്റ്റഡി അല്ല, ഇതൊക്കെ ഡെസിഗ്നേഷൻ ഓറിയന്റഡ് സ്റ്റഡിയാണ്. ഈ സമയത്താണ് നമുക്ക് ഏറ്റവും നല്ല കെയർ വേണ്ടത്. ഈ സമയത്താണ് സ്ട്രെസ് ഫ്രീ ആയി പഠിക്കേണ്ടത്. അപ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞിട്ടുള്ള 2 വർഷമോ അല്ലെങ്കിൽ ഇത് സാധിക്കാതെ വന്ന വിദ്യാർത്ഥികൾ +2വിന് ശേഷം 1 വർഷം മാറ്റിവെച്ചിട്ടുള്ള റിപ്പീറ്റർ ബാച്ചിലൂടെയൊക്കെ നന്നായി പഠിച്ച് സ്ട്രെസ് ഫ്രീ ആയി പഠിച്ച് വിവിധ മോഡൽ എക്സാമിനേഷനുകൾ എഴുതി നമ്മുടെ ഏറ്റവും നല്ല ഉയർന്ന മാർക്കിലേക്ക് എത്താൻ പറ്റുന്ന രീതിയിൽ നമ്മെ കറക്റ്റ് ചെയ്ത് മുന്നേറാൻ എല്ലാ വിദ്യാർത്ഥികളും ശ്രദ്ധിക്കുക. ഇനി ഇതിനോടൊപ്പം ഒരു വാക്കും കൂടെ ചേർക്കുന്നു. ഇതൊന്നും
അവസാന വാക്കല്ല. 2023 വിജയിക്കാൻ സാധിക്കാതെ വരുന്ന ഒരു വിദ്യാർത്ഥിയാണോ, പരീക്ഷ ഏറ്റവും നന്നായിട്ട് എഴുതാൻ പറ്റാതെ പോയൊരു വിദ്യാർത്ഥിയാണോ, അത് സബ്ജക്ട് നോളജിൻ്റെ കുറവ് കൊണ്ടോ അല്ലെങ്കിൽ പഠനത്തിൽ ഏറ്റവും നല്ല രീതിയിൽ ഫോക്കസ് ചെയ്യാൻ പറ്റാതെ വന്ന സാഹചര്യം കൊണ്ടോ എന്തുമാവട്ടെ, 2024 പരീക്ഷകൾ നമ്മുടെ മുമ്പിലുണ്ട്. ഇവിടം കൊണ്ട് നമ്മുടെ ജീവിതം അവസാനിപ്പിക്കാനുള്ളതല്ല. ഈ പരീക്ഷയൊന്നും നമ്മുടെ ജീവിതത്തിൻ്റെ മുഴുവനായി മാറ്റിമറിക്കുന്ന പരീക്ഷകളല്ല. നമ്മുടെ മുമ്പിൽ ഇനിയും അവസരങ്ങളുണ്ട്, ചാൻസുകളുണ്ട്. ആ പരീക്ഷകളിൽ 2024 പരീക്ഷകളിൽ നമുക്ക് വിജയിക്കാവുന്നതേ ഉള്ളൂ. അതിനെന്താണ് വേണ്ടത്? നമ്മളെ കെയർ ചെയ്യുന്ന ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം, നമ്മളെ വിജയത്തിലേക്ക് നയിക്കുന്ന ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൽഫ അക്കാഡമി കഴിഞ്ഞ 23 വർഷമായി അതിമിടുക്കരായ വിദ്യാർത്ഥികളെ, ധാരാളം വിദ്യാർത്ഥികളെ വിവിധ ബ്രാഞ്ചുകളിലൂടെ പഠിപ്പിച്ച് വിജയിപ്പിക്കുകയല്ല, മറിച്ച് ആലപ്പുഴയിലെ സിംഗിൾ സെന്ററിൽ വിജയിക്കാനായി വരുന്ന ഓരോ വിദ്യാർത്ഥിയെയും വിജയിക്കാൻ വേണ്ട കഴിവുകളിലേക്ക് എത്തിച്ച് പഠിപ്പിക്കുന്ന ഒരു സിസ്റ്റമാണ് ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് 2024 2023 ഏതുമാവട്ടെ, എൻട്രൻസ് പരീക്ഷയിൽ വിജയിക്കണമെങ്കിൽ, അത് സ്ട്രെസ് ഫ്രീ ആയി പഠിക്കണമെങ്കിൽ ആൽഫയുടെ ക്യാമ്പസിൽ വരാം. നിങ്ങളെ വിജയിപ്പിക്കാൻ, നിങ്ങളെ വിജയിക്കാൻ വേണ്ട കഴിവുള്ളവരാക്കി മാറ്റാൻ ആൽഫ അക്കാഡമി കൂടെയുണ്ട്. ഒരിക്കൽ കൂടി 2023 എക്സാമിനേഷനിൽ തന്നെ ഏവർക്കും നല്ല വിജയം നേടാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ബെസ്റ്റ് വിഷസ്.